ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പൊരിയും തേങ്ങയും കൂട്ടി കഴിച്ചിട്ടില്ലാത്തവർ ആരും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമല്ലെങ്കിൽ ശബരിമല സീസണിലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പൊരി വെച്ചിട്ട് നമുക്കുണ്ടല്ലോ, തേങ്ങയുടെ കൂടെ അല്ലാതെ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ ബേൽപൂരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പൊരി നമുക്കിതിലേക്ക് തട്ടിയിടാം. അതിലേക്ക് കുറച്ച് മിച്ചറും കപ്പലണ്ടിയും മിക്സ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി എടുത്ത് കുനുകുനെ അരിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി കയ്യിലോട്ട് എടുക്കുന്നുമ്പോൾ ഇത് ഞാൻ കറിയില്ലെന്നും പറഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. ഇതിങ്ങോട്ട് എടുത്ത് രണ്ട് വെട്ടുമ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് കുടുകുടേ വെള്ളം വരുവാണേ. എത്ര കഴിഞ്ഞാലും നമുക്ക് ഈ ഉള്ളിയോട് ദേഷ്യവുമില്ല, കരയുന്നതിൻ്റെ അഹങ്കാരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ അവസാനം ഞാൻ അതിനെല്ലാം കട്ട് ചെയ്ത് എടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കലാമണ്ഡലത്തിൽ ഇരിക്കുന്നവർക്ക് കൂടെ കരയുമ്പോൾ ഇത്രയും ഭാവ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. കരഞ്ഞുകൊണ്ടാണെങ്കിലും ഉള്ളി കട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണേ ഞാൻ. ചിലർക്കെങ്കിലും തോന്നിട്ടുണ്ടാവും അല്ലേ, ഇത് ആദ്യമായിട്ടാണ് ഉള്ളി അരിയുന്നതെന്ന്. ഇതിനു മുമ്പ് ഉള്ളി അരിഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളി അരിയുമ്പോഴുള്ള ഭാവം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. ചെറുതായി അരിഞ്ഞ് തക്കാളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു സലാഡ് വെള്ളരി കട്ട് ചെയ്തുണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. സലാഡ് വെള്ളരി ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം ഞാനെടുത്ത് ഇങ്ങനെ കഴിക്കുവാണേ. പിന്നിൽ നിന്നും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ഓരോ കൈകൾ വരുന്നുണ്ട് കേട്ടെ, എനിക്കെന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അധികം കഴിച്ചിരുന്നത് നമ്മുടെ പുളിശ്ശേരിയിലിടുന്ന വെള്ളരിക്കയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതാണ് നാട്ടിലൊക്കെ ആ സമയത്ത് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനാണ് ടേസ്റ്റ് എന്ന് അറിഞ്ഞതിൽ പിന്നെ ഇതാണ് കണ്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പതിയെ അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ കട്ടിയെടുത്ത് ഞാനും ആദ്യം കൂടി മത്സരിച്ച് കഴിക്കുവാണേ. ഇത്രയും നാൾ വെള്ളരിക്ക കണ്ടിട്ടില്ലാത്ത പോലെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ആദ്യമായിട്ട് വെള്ളരിക്ക കാണുന്ന പോലെ ഞാനും ആദ്യയോടൊപ്പം കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പം നമുക്കിതിന് അകത്ത് ഒരു സാധനം കൂടി ഇടാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് മസാലയോ നൂഡിൽ മസാലയോ അല്ലെങ്കിൽ എരിവ് അധികമില്ലാത്ത ചില്ലി പൗഡറോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് നൂഡിൽസ് മസാലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാമേ. അപ്പോൾ ഇതിൽ നിന്നൊരു സ്പൂൺ ഞാനിങ്ങെടുത്ത് കഴിച്ച് നോക്കുവാണേ. ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പൊരി വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ കഴിക്കുന്നതിന് പകരം ഉണ്ടല്ലോ, ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. എടുത്തു വെച്ച പൊരി തീരുന്നത് കൂടെ അറിയില്ല കേട്ടോ. ഇവിടെ ഇതിൻ്റെ ബേൽപൂരി എന്ന് പറയും കേട്ടോ. ബേൽപൂരിയാണോ എന്താണോ, എന്തായാലും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ കഴിച്ച് നോക്കുവാണേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു.